ഹലോ, നമസ്കാരം. എൻ്റെ പേര് നാഫി ഷാഫി. ചാനലിലേക്ക് സ്വാഗതം. അപ്പോൾ ഇന്ന് ഒരു ചെറിയ ട്യൂട്ടോറിയലാണ് ഞാൻ വന്നേക്കുന്നത്. അപ്പം ടൈറ്റിൽ നിങ്ങൾക്ക് മനസ്സിലായി കാണും. ഈ ഒരു ലാപ്ടോപ്പിലെ സ്ക്രീൻ ഡ്യൂപ്ലിക്കേറ്റ് ചെയ്യുക എന്ന് പറയുന്നത് 90% ആൾക്കാർക്ക് അറിയാവുന്ന ഒരു കാര്യമാണ്. എന്നിട്ട് എന്തുകൊണ്ട് ഞാൻ ഈ ഒരു ട്യൂട്ടോറിയൽ ചെയ്യുന്നതെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ 2 കാരണങ്ങളുണ്ട്. ഒന്ന്, 90% ആൾക്കാർക്ക് അറിയാമെങ്കിൽ ഒരു 10% ആൾക്കാർക്ക് ഇതിനെക്കുറിച്ച് ഐഡിയ ഇല്ല, അവർക്ക് വേണ്ടി. രണ്ടാമത്തെ റീസൺ എന്ന് പറയുന്നത് ഇവന്റ് നമ്മൾ കറക്റ്റ് കണക്ട് ചെയ്താൽ പോലും കുറച്ച് പ്രോബ്ലംസ് നമ്മൾ ഫേസ് ചെയ്യാൻ ചാൻസ് ഉണ്ട്. അപ്പോൾ ആ പ്രോബ്ലംസ് എന്തൊക്കെയാണെന്നും അതിനൊക്കെ സൊല്യൂഷൻസ് എന്തൊക്കെയാണെന്നുള്ളതാണ് ഈ ഒരു വീഡിയോയിൽ ഞാൻ നിങ്ങൾ കാണിക്കാൻ ആഗ്രഹിക്കുന്നത്. നമുക്ക് ഈ ഒരു കണക്ഷന് വേണ്ടത് 3 കാര്യങ്ങളാണ്. അതിൽ 2 ഓൾറെഡി നമ്മുടെ കയ്യിൽ തന്നെ കാണും. അതായത് ലാപ്ടോപ്പും അതുപോലെ തന്നെ നമ്മുടെ ടിവിയും. ശ്രദ്ധിക്കേണ്ട കാര്യം, ടിവിക്കകത്ത് HDMI കേബിൾ കണക്ഷൻ എന്നുള്ളത് പോർട്ട് ഉണ്ടോ എന്നുള്ളത് ശ്രദ്ധിക്കുക. കാരണം നമ്മൾ ഇത് കണക്ട് ചെയ്യാൻ പോകുന്നത് ഒരു HDMI കേബിൾ അല്ലെങ്കിൽ HDMI വയർ ഉപയോഗിച്ചിട്ടാണ് നമ്മൾ കണക്ട് ചെയ്യുന്നത്. ഇതാണ് HDMI കേബിൾ എന്ന് പറയുന്നത്. ഇങ്ങനെയായിരിക്കും അതിൻ്റെ ഒരു കണക്ഷൻ. ആദ്യം ടി വി HDMIയുടെ ഓപ്ഷനിലേക്ക് ഇടുക, സോഴ്സ് എടുക്കുക, HDMI ഓപ്ഷൻ കൊടുക്കുക. സ്ക്രീൻ ഇങ്ങനെ ബ്ലാങ്ക് ആയിട്ട് നിൽക്കും, സിഗ്നലൊന്നും കാണത്തില്ലായിരിക്കും. എൻ്റെ ടി വിയിൽ താഴ്ഭാഗത്തായിരുന്നു ആ കേബിൾ. അപ്പോൾ ഞാൻ കേബിളല്ല, ആ ഒരു കണക്ഷൻ ഞാൻ അവിടെ ഈ കേബിൾ കണക്ട് ചെയ്തു. രണ്ടാമത് ലാപ്ടോപ്പിൻ്റെ ആണെങ്കിൽ ബാക്ക് സൈഡിലായിട്ടാണ് ആ ഒരു പോർട്ട് കൊടുത്തിരിക്കുന്നത്, അവിടെ ഞാനിത് കണക്ട് ചെയ്യണം. നോർമൽ കേസിലാണെങ്കിൽ ഇത് കണക്ട് ചെയ്യുന്ന സ്പോട്ടിൽ തന്നെ ടി വിക്കകത്തോട്ട് ആ ഒരു ഡിസ്പ്ലേ ചെല്ലുന്നതാണ്. ഓക്കെ, അപ്പോൾ നമ്മൾ ഇനി ഫേസ് ചെയ്യുന്ന പ്രോബ്ലംസ് ഒക്കെ കുറിച്ച് പറയാം. അതായത് ഇപ്പോൾ നേരത്തെ പറഞ്ഞ പോലെ തന്നെ നമ്മൾ HDMI കേബിൾ കണക്ട് ചെയ്ത ഉടനെ തന്നെ സ്ക്രീനിൽ കാണിക്കണമെന്നില്ല. അങ്ങനെ കാണിക്കണമെങ്കിൽ അതിലൊരു ഓപ്ഷൻ കൊടുക്കണം എന്നുള്ളതാണ് അർത്ഥം. അപ്പോൾ ഒന്നാമത്തെ പ്രോബ്ലം എന്ന് പറയുന്നത് കോൺഫിഗർ ചെയ്യുന്നുള്ളതാണ്. കോൺഫിഗർ നല്ല സിസ്റ്റം ചൂസ് ചെയ്യുക ആ ഓപ്ഷൻ. എന്തുകൊണ്ടെന്ന് വെച്ചാൽ നമ്മുടെ ആ കൺട്രോൾ പാനലിൽ കയറി നോക്കുമ്പോൾ കൺട്രോൾ പാനലിൽ ഡിസ്പ്ലേയുടെ ഓപ്ഷൻ, അല്ലെങ്കിൽ നമുക്ക് റൈറ്റ് ക്ലിക്ക് ആക്കി സ്ക്രീൻ റെസൊല്യൂഷൻ എന്നുള്ള ഓപ്ഷൻ ഞെക്കിയിട്ട് നമുക്ക് അതിനകത്ത് കയറാൻ പറ്റുന്നതാണ്. അപ്പോൾ അതിൽ കയറുമ്പോൾ താഴെ മൾട്ടിപ്പിൾ ഡിസ്പ്ലേ എന്നൊരു ഓപ്ഷൻ കാണും. അത് HDMI കേബിൾ കണക്ട് ചെയ്യുമ്പോൾ മാത്രമേ ആ ഓപ്ഷൻ വരുത്തുള്ളൂ. അപ്പോൾ ആ ഒരു ഓപ്ഷനിൽ ഞെക്കിയിട്ട് മിക്കപ്പോഴും ഈ നമ്മുടെ ടി വിയിൽ കാണിക്കാത്ത റീസൺ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതിനകത്ത് ഷോ ഓൺ ഡിസ്പ്ലേ 1 ഒള്ളി എന്ന് കൊടുത്തേക്കുന്നതായിരിക്കും, അല്ലെങ്കിൽ ഷോ ഓൺലി ഓൺ ഡിസ്പ്ലേ 1 അങ്ങനെ കൊടുത്തേക്കുന്നതായിരിക്കും. അത് മാറ്റാൻ വേണ്ടി നമ്മൾ അതിനകത്ത് ക്ലിക്ക് ചെയ്ത് ആ ഓപ്ഷൻ എടുത്ത് നമ്മൾ അതിനകത്ത് ഡ്യൂപ്ലിക്കേറ്റ് സ്ക്രീൻ കൊടുക്കുക. ഡ്യൂപ്ലിക്കേറ്റ് സ്ക്രീൻ കൊടുക്കുക എന്ന് പറഞ്ഞാൽ നമ്മുടെ ലാപ്ടോപ്പിൽ, ഇപ്പോൾ നിങ്ങൾ ഈ ലാപ്ടോപ്പിൽ കാണുന്നത് അതേപോലെ തന്നെ നിങ്ങൾക്ക് ആ സ്ക്രീനിൽ ഒരേ ടൈം കാണാൻ പറ്റും. ഇനി അല്ലാന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് അത് മാറ്റി ഷോ ഓൺ ഡിസ്പ്ലേ 2 ഒള്ളി എന്നുള്ള ഓപ്ഷൻ കൊടുക്കുക. അങ്ങനെ കൊടുത്തു കഴിഞ്ഞാൽ ഡിസ്പ്ലേക്കകത്ത് കംപ്ലീറ്റ് ബ്ലാക്ക് ഔട്ട് ആവും, നേരെ ടി വിക്കകത്തായിരിക്കും അത് കാണിക്കുക. രണ്ടാമത്തെ പ്രോബ്ലം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇവന്റ് നമ്മൾ ആ മൾട്ടിപ്പിൾ സ്ക്രീനിൽ കയറി കഴിഞ്ഞാൽ ഓപ്ഷൻ കൊടുത്തിരുന്നാൽ പോലും സ്ക്രീനിൽ അത് കാണിക്കുന്നില്ല. അതിനർത്ഥം അതൊരു HDMI കേബിളിന്റെ ആക്യുറേറ്റ് രീതിയിൽ അത് കണക്ട് ആയിട്ടില്ലെന്ന്. കണക്ട് ചെയ്ത് നിങ്ങളുടെ കണക്ഷന്റെ കുഴപ്പമല്ല, അത് ആ ഒരു കോൺഫിഗറേഷൻ അല്ലെങ്കിൽ ആ ഒരു ഓപ്ഷൻ സെറ്റിംഗ്സിന്റെ കുഴപ്പമാണ്. അതിനെന്താണെന്ന് വെച്ചാൽ നമ്മളിതൊരു പ്രൊജക്ടറായിട്ട് കൺസിഡർ ചെയ്യുക. അതായത് നമ്മൾ പ്രൊജക്ട് ചെയ്യുകയാണ്, ഈ ഒരു സ്ക്രീൻ നമ്മൾ പ്രൊജക്ട് ചെയ്ത് കൊടുക്കുന്നതെന്നൊരു കൺസിഡർ ചെയ്യുക. തൊട്ട് താഴെ തന്നെ ഒരു നീല ലൈനിൽ ആ പ്രൊജക്ടറിന്റെ ഓപ്ഷൻ ഇങ്ങനെ കൊടുക്കുകയാണ്. മൗസ് വെച്ച് നമുക്ക് മാർക്ക് ചെയ്യുന്നുണ്ടായിരിക്കും. അപ്പോൾ ആ ഓപ്ഷൻ വെക്കുക. അതിൽ കയറിയിട്ട് പ്രൊജക്ട് ഓൺ ഡിസ്പ്ലേ 2 ഒള്ളി എന്നുള്ള ഓപ്ഷൻ കൊടുക്കുക, അല്ലെങ്കിൽ ഡ്യൂപ്ലിക്കേഷൻ. അല്ലെങ്കിൽ അത് നിൽക്കുമ്പോൾ നിങ്ങൾക്ക് Windows 8 ഒക്കെ കിടക്കുന്നെങ്കിൽ നിങ്ങളുടെ ഈ സൈഡിലായിട്ട് അത് വരുന്നുണ്ടായിരിക്കും. അപ്പോൾ ആ സൈഡിൽ നിങ്ങൾക്ക് അത് കൊടുക്കുക എന്നുള്ളത്. അങ്ങനെ കൊടുത്തു കഴിഞ്ഞാൽ വരുന്നതായിരിക്കും. അത് നമ്മൾ പ്രൊജക്ടറായിട്ട് കൺസിഡർ ചെയ്തു എന്നുള്ളതാണ്. മൂന്നാമത്തെ പ്രോബ്ലം എന്ന് പറയുന്നത് നമ്മൾ ഈ ഒരു HDMI കേബിൾ കണക്ട് ചെയ്ത കാര്യം ലാപ്ടോപ്പ് ഡിറ്റക്ട് ചെയ്തിട്ടില്ല എന്നുള്ളതാണ്. അതായത് ലാപ്ടോപ്പിനെ നമ്മൾ മാനുവലായിട്ട് ഡിറ്റക്ട് ചെയ്യുന്ന ഒരു സിറ്റുവേഷൻ. അപ്പോൾ എന്താ ചെയ്യേണ്ടതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ നമ്മൾ നേരത്തെ ക്ലിക്ക് ചെയ്ത ഓപ്ഷൻസ് ഇല്ലേ, അതിന്റെ മുകളിൽ തന്നെ ഡിറ്റക്ട് അല്ലെങ്കിൽ ഐഡന്റിഫൈ എന്നും പറഞ്ഞ് കൊടുത്തിട്ടുണ്ടായിരിക്കും. അതിൽ ഡിറ്റക്ട് ചെയ്യുമ്പോൾ നമ്മുടെ HDMI കേബിൾ അങ്ങനെ കണക്ട് ചെയ്തിട്ടുണ്ടോ എന്നൊക്കെയുള്ള ഡിറ്റക്ട് ചെയ്ത് ഇത് തന്നെ പറയാം 2 ഡിസ്പ്ലേ ഉണ്ട് ഇങ്ങനെയാണ്. അപ്പോൾ നേരെ നിങ്ങൾക്ക് താഴത്തെ 2 ഓപ്ഷൻസ് കാണിക്കും. അതായത് മൾട്ടിപ്പിൾ സ്ക്രീനിന്റെ ഓപ്ഷൻ അല്ലെങ്കിൽ പ്രൊജക്ടറിന്റെ ഓപ്ഷൻ കാണിച്ചോളാം. ഇത് കണക്ട് ചെയ്തിട്ടില്ല എന്നുണ്ടെങ്കിൽ ആ ഓപ്ഷൻ കാണിക്കുന്നില്ല. അപ്പോൾ അങ്ങനെ ഡിറ്റക്ട് ചെയ്യുക, ഐഡന്റിഫൈ ചെയ്യുക എന്ന് കൊടുത്തതിന് ശേഷം നമുക്ക് ആ ഓപ്ഷൻസ് വീണ്ടും ഞാൻ നേരത്തെ പറഞ്ഞത് ചെയ്യാവുന്നതാണ്. മൂന്നാമത്തെ കേസാണ് ഇപ്പോൾ പറഞ്ഞത്. നാലാമത്തെ കേസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ലാപ്ടോപ്പിന് HDMI കേബിൾ ഉണ്ട് അല്ലെങ്കിൽ ഒരു കണക്ഷൻ ഉണ്ട് എന്നുള്ള കാര്യം കംപ്ലീറ്റ് ആയിട്ട് അറിയത്തില്ല എന്നുള്ളതാണ്. അതായത് അങ്ങനെ ഒരു സംഭവം HDMI കണക്ഷൻ ഉള്ള കാര്യം ലാപ്ടോപ്പിന് അറിയത്തില്ല എന്നുള്ളതാണ്. അത് ലാപ്ടോപ്പിനെ നമ്മൾ പഠിപ്പിച്ചു കൊടുക്കുക എന്നുള്ളതാണ് നാലാമത്തെ കേസ്. ഈ ഒരു പ്രോസസ്സാണ് കൂട്ടത്തിൽ ഇത്തിരി കട്ടിയുള്ളത്, എന്നിട്ട് പറഞ്ഞു തരുമ്പോൾ സിമ്പിളാണ്. അപ്പോൾ ആ ഒരു പ്രോസസ്സ് ചെയ്യുന്നത് എങ്ങനെയാണെന്നുള്ളതാണ് ഇപ്പോൾ അടുത്ത് ഞാൻ പറയാൻ പോകുന്നത്. ഇതിന് നിങ്ങൾക്ക് വേണ്ടൊരു കാര്യം, നമുക്ക് ഒരു ഇന്റർനെറ്റ് കണക്ഷൻ വേണം. നിങ്ങളതിലിപ്പോൾ നിങ്ങൾ നെറ്റ്, ഈ വീഡിയോ കാണുന്നത് നിങ്ങൾ നെറ്റ് ഉപയോഗിച്ചായിരിക്കും, മൊബൈലിലൂടെ ആയിരിക്കും മോസ്റ്റ് പ്രോബ്ലി. മൊബൈലിനകത്ത് നിന്ന് ഹോട്ട്സ്പോട്ട് ഉപയോഗിച്ചോ അല്ലെങ്കിൽ വയർ കണക്ട് ചെയ്തത് USB എന്നുള്ള ഓപ്ഷൻ, USB ടെതറി എന്നുള്ള ഓപ്ഷൻ കൊടുത്തോ നമുക്ക് ഈ ഒരു നെറ്റ് കണക്ഷൻ ആദ്യം ലാപ്ടോപ്പിലേക്ക് എത്തിക്കുക എന്നുള്ളതാണ്. എന്നിട്ട് ലാപ്ടോപ്പിന്റെ ഡ്രൈവർ നമ്മൾ അപ്ഡേറ്റ് ചെയ്യണം. ഡിസ്പ്ലേ ഡ്രൈവർ എന്ന് പറയും. ഈ ഡിസ്പ്ലേ ഡ്രൈവർ എന്തെങ്കിലും രീതിയിൽ അപ്ഡേറ്റ് ആവാതിരിക്കും, അല്ലെങ്കിൽ ആ ഡ്രൈവറിന് എന്തെങ്കിലും കംപ്ലൈൻറ്റ് ഉണ്ടെങ്കിൽ അതിനർത്ഥം എന്ന് പറഞ്ഞാൽ എന്തെങ്കിലുമൊക്കെ ഇങ്ങനത്തെ ഫെസിലിറ്റീസ് ഒന്നും വരില്ല. അപ്പം
ഡിസ്പ്ലേ ഡ്രൈവർ നമ്മൾ അപ്ഡേറ്റ് ചെയ്യുക എന്നുള്ളതാണ് അടുത്ത സ്റ്റേജ്. ഡിസ്പ്ലേ ഡ്രൈവർ ചെയ്യുമ്പോൾ നമ്മൾ ആദ്യം ചെയ്യുന്നത് സെർച്ചിൽ കയറിയിട്ട് ഡിവൈസ് മാനേജർ എന്നൊരു ഓപ്ഷൻ നിൽക്കുക. അപ്പോൾ ഡിവൈസ് മാനേജറിൻ്റെ ആ ഒരു വിൻഡോ പേജ് ടാബ്, അപ്പോൾ ആ ഒരു ടാബ് നമുക്ക് ഓപ്പൺ ആയി വരും. അപ്പോൾ അതിനകത്ത് ഡിസ്പ്ലേ ഡ്രൈവർ എന്നുള്ള ഓപ്ഷൻ ഉണ്ട്. അതിൽ ക്ലിക്ക് ചെയ്യുമ്പോൾ നമുക്ക് ഇപ്പം ഞാൻ ഇന്ത്യയിലാണ് ഉപയോഗിക്കുന്നത്. ഇപ്പോൾ നമ്മുടെ ബേസിക് ഡിസ്പ്ലേ ഡ്രൈവർ ഏതാണ് അതായിരിക്കും കാണിക്കുന്നത്. ആ ഡിസ്പ്ലേ ഡ്രൈവർ ഓപ്ഷൻ നമ്മൾ കയറിയിട്ട് റൈറ്റ് ക്ലിക്ക് കേൾക്കുമ്പോൾ അപ്ഗ്രേഡ് എന്നുള്ള ഒരു ഓപ്ഷൻ കാണും. അപ്ഡേറ്റ് എന്നൊരു ഓപ്ഷൻ കാണും. ആ ഓപ്ഷൻ നിൽക്കുക. അപ്പോൾ ഓട്ടോമാറ്റിക്കായിട്ട് അപ്ഡേറ്റ് വരും. അതിനകത്ത് 2 ഓപ്ഷൻസ് ഉണ്ട്. ഒന്ന് നമുക്ക് നമ്മുടെ ലാപ്ടോപ്പിൽ തന്നെ ഉണ്ടെങ്കിൽ അതിനകത്ത് മാനുവലായിട്ട് ഇൻസ്റ്റാൾ ചെയ്യുന്നതാണ്. 2 ഓട്ടോമാറ്റിക്കായിട്ട് നെറ്റിൽ കയറി സെർച്ച് ചെയ്ത് ഇൻസ്റ്റാൾ ചെയ്യുന്നുള്ളൂ. അപ്പോൾ നമ്മൾ നെറ്റിൽ കയറി സെർച്ച് ചെയ്യുന്നത് അത്രയും നല്ലത്. ആ ഓപ്ഷൻ കൊടുത്തു കഴിയുമ്പോൾ നമുക്ക് ഓട്ടോമാറ്റിക്കായിട്ട് സെർച്ച് ചെയ്യും. പുതിയ അപ്ഡേറ്റ് വരും. അപ്ഡേറ്റ് കൊടുക്കുക. ഈ അപ്ഡേറ്റ് വന്ന് ഒരു 80-90% ആകുമ്പോഴത്തേക്കും ഓട്ടോമാറ്റിക്കായി ഇൻസ്റ്റാളേഷൻ തുടങ്ങും. നമ്മുടെ മോസ്റ്റ് ഓഫ് ആ ഒരു ടൈമിൽ തന്നെ നമ്മുടെ സ്ക്രീനിനകത്തോട്, അതായത് ആ ടി വിയുടെ സ്ക്രീനിനകത്തോട് ഈ ഡിസ്പ്ലേ വരുന്നതായിരിക്കും. ഇനി അങ്ങനെ വന്നില്ല എന്നുണ്ടെങ്കിൽ നിങ്ങൾ ചെയ്യേണ്ട ഇത്രേ ഉള്ളൂ. ജസ്റ്റ് നിങ്ങൾ ലാപ്ടോപ്പ് ഒന്ന് റീസെറ്റ് ചെയ്യുക. ഹോപ്പ്ഫുള്ളി അപ്പം നമുക്ക് വരുന്നതായിരിക്കും. ഈ 4 പ്രോബ്ലംസ് ആണ് മെയിനായിട്ടും വരുന്നത്. ഒരു ഫൈനൽ സൊല്യൂഷൻ എന്ന രീതിയിലാണ് ഡിസ്പ്ലേ നമ്മൾ അപ്ഡേറ്റ് ചെയ്യുന്നത്, ഡിസ്പ്ലേ ഡ്രൈവർ നമ്മൾ അപ്ഡേറ്റ് ചെയ്യുന്നത്. അതൊരു അങ്ങ് എക്സ്ട്രീം ലെവലിൽ നിന്നൊക്കെ പറയുമ്പോൾ അത്രയൊക്കെ വരാൻ ചാൻസ് ഉണ്ട്. നോർമൽ കേസാണ്. ഹായ്, അപ്പോൾ എല്ലാവർക്കും വീഡിയോ കണ്ട് എന്തെങ്കിലുമൊക്കെ രീതിയിൽ ഹെൽപ്ഫുള്ളായി കാണുമെന്നൊക്കെ ഞാൻ പ്രതീക്ഷിക്കുന്നു.